Hello everyone, welcome to a new video of Tech PSC. പ്ലസ് ടു സയൻസ് ഓർ VHSC MLT യോഗ്യതയുള്ളവർക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു അവസരമാണ് ജൂനിയർ ലാബ് അസിസ്റ്റന്റ് ഇൻ മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു പോസ്റ്റിന്റെ ആപ്ലിക്കേഷൻ ഇപ്പോൾ ലൈവ് ആണ്. പക്ഷേ ആപ്ലിക്കേഷൻ അവസാന തീയതി 4/2/2026 ആണ്. അപ്പൊ ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഡിസ്കസ് ചെയ്യാനാണ് ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് പരിശോധിക്കുകയാണെങ്കിൽ 733/2025 കാറ്റഗറി നമ്പർ. മെഡിക്കൽ എഡ്യൂക്കേഷൻ സർവീസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ജൂനിയർ ലാബ് അസിസ്റ്റന്റ് പോസ്റ്റിലേക്കാണ് നിയമനം നടക്കുന്നത്. 27,900 രൂപ മുതൽ 63,700 രൂപ വരെയാണ് സാലറി സ്കെയിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ്. 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെ ഏജ് ലിമിറ്റിലുള്ളവർക്ക് അപേക്ഷിക്കുവാനും സാധിക്കും. ആന്റിസിപ്പേറ്റഡ് നമ്പർ ഓഫ് വേക്കൻസി ആണ്. അപ്പൊ ഇതിന്റെ ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നത് നിങ്ങൾക്ക് +2 ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അത് ഒരു ഈ സബ്ജക്റ്റുകളെല്ലാം പഠിപ്പിക്കണം. അതായത് നിങ്ങൾ +2 സയൻസ് ആണ് ഇതിന്റെ യോഗ്യതയായിട്ട് പറയുന്നത്. അങ്ങനെ നിങ്ങൾക്ക് VHSC MLT ഉണ്ടെങ്കിലും ഈ ഒരു കോഴ്സിലേക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും. ആപ്ലിക്കേഷൻ അവസാന തീയതി നമ്മൾ പറഞ്ഞ പോലെ 4/2/2026 ആണ്. എക്സാമിന്റെ സ്ലോട്ട് PSC കലണ്ടർ പ്രകാരം ഈ ഒരു എക്സാമിന്റെ സ്ലോട്ട് വരുന്നത് ഒക്ടോബർ ടു നവംബറിലാണ്. അത് വളരെയധികം ഒന്ന് ശ്രദ്ധിക്കുക. അതായത് ഒക്ടോബറിൽ തന്നെ ഈ ഒരു പരീക്ഷ വരും എന്നുള്ള രീതിയിലായിരിക്കണം. ഒക്ടോബർ 1st ഓർ 2nd വീക്കിൽ തന്നെ തീർച്ചയായിട്ടും ഈ ഒരു പരീക്ഷ നടക്കും എന്നുള്ള രീതിയിൽ തന്നെയായിരിക്കും നിങ്ങളുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. എങ്കിൽ മാത്രമേ സമയബന്ധിതമായിട്ട് നമുക്ക് ഈ ടോപ്പിക്സ് അല്ലെങ്കിൽ ഈ സിലബസ് നമുക്ക് പഠിച്ചു തീർക്കാനായിട്ട് സാധിക്കും. ഇനി മുൻ വർഷത്തിൽ നടന്ന ഈ പരീക്ഷയുടെ അഡ്വൈസ് ഡീറ്റെയിൽസ് ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ കാറ്റഗറി നമ്പർ 11/2022 ആണ്. ഡേറ്റ് ഓഫ് എക്സാം 21/1/2023. 2,40,320 ആപ്ലിക്കേഷൻസ് ആണ് ഉണ്ടായിരുന്നത്. ഡേറ്റ് ഓഫ് എഫക്ട് റാങ്ക് ലിസ്റ്റ് 1/12/2023 ആണ്. 41 മാർക്കായിരുന്നു കട്ട് ഓഫ് മാർക്ക്. മാക്സിമം മാർക്ക് എന്ന് പറഞ്ഞത് 70.67 ആണ്. ലാസ്റ്റ് അഡ്വൈസ്ഡ് 6/12/2025 നടന്നത്. നിലവിൽ ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ നിന്നും 95 അഡ്വൈസുകളാണ് നടന്നിട്ടുമുള്ളത്. റാങ്ക് ലിസ്റ്റിന്റെ സ്റ്റേറ്റസ് പരിശോധിക്കുകയാണെങ്കിൽ 30/11/2026 വരെ ഈ ഒരു റാങ്ക് ലിസ്റ്റ് ലൈവ് ആയിരിക്കും. ഇനി അടുത്ത സിലബസിന്റെ ഒരു ഓവർവ്യൂ നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും 5 പാർട്ടുകളാണ് സിലബസിലുള്ളത്. അതിൽ ഏറ്റവും വെയിറ്റേജ് ഉള്ള പാർട്ട് 50% വെയിറ്റേജും MLT എന്ന് പറയുന്ന ടോപ്പിക്കിനാണ്. അതിനുശേഷം 15 മാർക്കിന്റെ വെയിറ്റേജോടെ ഫിസിക്സും കെമിസ്ട്രിയും വരുന്നു. ശേഷം ബോട്ടണി ആൻഡ് സുവോളജി 10 മാർക്കിന്റെ ചോദ്യങ്ങൾ. അങ്ങനെ ആകെ 100 മാർക്കിന്റെ ചോദ്യങ്ങളാണ് ഈ ഒരു പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്നത്. ജൂനിയർ ലാബ് അസിസ്റ്റന്റ് ഇൻ മെഡിക്കൽ എഡ്യൂക്കേഷൻ ഈ ഒരു പോസ്റ്റിലേക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായി ടെക് PSC തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ് ആരംഭിച്ചിരിക്കുകയാണ്. കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകർ നയിക്കുന്ന ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് ക്ലാസ്സുകളും ഈ ഒരു കോഴ്സിലൂടെ നിങ്ങൾക്ക് ലഭിക്കും. കൂടാതെ ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്യാപ്സ്യൂൾ നോട്ട്സും മറ്റ് സ്റ്റഡി മെറ്റീരിയൽസും ഡൗൺലോഡബിൾ ആയിട്ടുള്ള PDF ഫോർമാറ്റിൽ ലഭിക്കും. ഡൗട്ട് ക്ലിയറൻസിനും മെന്റർഷിപ്പിനുമുള്ള അവസരങ്ങൾ, ടോപ്പിക് വൈസ് എക്സാമുകൾ, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷനോട് കൂടിയ ടോപ്പിക് വൈസ് എക്സാമുകൾ, മോഡൽ എക്സാംസ്, ഫീഡ്ബാക്കോട് കൂടിയ മോഡൽ എക്സാംസ് എഴുതാനുള്ള അവസരങ്ങൾ തുടങ്ങിയവയും ഈ ഒരു കോഴ്സിന്റെ പ്രത്യേകതയാണ്. എക്സാം തീയതി വരെയും ഈ ഒരു കോഴ്സിന് വാലിഡിറ്റി ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു കോഴ്സിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും മറ്റ് സംശയങ്ങൾക്കും ഈ ഒരു കോഴ്സിലേക്ക് അഡ്മിഷൻ നേടുന്നതിനുമായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഈ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടെക് PSCയുടെ വിജയാശംസകളും അറിയിക്കുകയാണ്. താങ്ക് യു.